ഇപ്പോൾ വന്നൊരു സുപ്രധാനമായ വാർത്തയിലേക്ക്. ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. ബി ഗോപാലകൃഷ്ണന്റെ പരാമർശം അതീവ ഗൗരവതരമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഗോപാലകൃഷ്ണന്റെ പരാമർശം സംബന്ധിച്ച് ഹൈക്കോടതി ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, BJP നേതാവും NDA സ്ഥാനാർത്ഥിയുമായ ബി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഹർജിയിൽ കോടതി നിരീക്ഷിച്ചത് ഗുരുതര സ്വഭാവമുള്ളതാണ്. ഈ ഗോപാലകൃഷ്ണൻ്റെ പരാമർശം ഗുരുതര സ്വഭാവമുള്ളതാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ പരാമർശങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയ ആഘാതം എങ്ങനെ മറികടക്കാനാകും എന്ന് ചോദിക്കുകയാണ് ഹൈക്കോടതി. മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് എന്ത് ചെയ്യാനാകും എന്നും കോടതി ചോദിക്കുകയാണ്. ഈ KSU ആണ് ഇത്തരത്തിൽ ഗോപാലകൃഷ്ണനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ പരാതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിയിൽ ഗോപാലകൃഷ്ണനെതിരെ വന്നിരിക്കുന്ന പരാതിയിൽ 2 മാസത്തിനകം നടപടിയെടുക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷൻ അറിയിക്കുന്നു. വരണാധികാരിയുടെ പരാതിയിൽ പോലീസ് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട് എന്നും കോടതി അറിയിക്കുന്നുണ്ട്. ഒപ്പം വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്, നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്, അതായത് ഗുരുവായൂരിൽ ഇതുവരെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഗോപാലകൃഷ്ണനെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു. LDF നിയോജക മണ്ഡലം സെക്രട്ടറി C. സുമേഷ് അടക്കം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെയും എത്തി. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണം, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അയോഗ്യനാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. ഈ ഹർജിയാണ് അല്പം മുമ്പ് കോടതി പരിഗണിച്ച് വളരെ ഗുരുതരമായ ഗൗരവതരമാണ് ഗോപാലകൃഷ്ണൻ്റെ പരാമർശങ്ങൾ എന്ന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. സമൂഹത്തിലുണ്ടാക്കിയ ഈ ആഘാതം എങ്ങനെ മറികടക്കാനാകും എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പരാതിയിൽ 2 മാസത്തിനകം തന്നെ നടപടിയെടുക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഉമേഷ്, ആദ്യം ഗോപാലകൃഷ്ണൻ ഈ പരാമർശം നടത്തുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ ഈ പറഞ്ഞത് ശരിയായ ഒരു സമീപനമല്ലല്ലോ, നമ്മുടെ സമൂഹത്തിലെ മതേതരമായ ആ ഒരു ഫാബ്രിക്കിനെ നശിപ്പിക്കുന്നതാണല്ലോ അങ്ങയുടെ പരാമർശം എന്ന ചോദ്യത്തിന് വീണ്ടും തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗുരുവായൂരിലെ MLA-മാരുടെ മതം നോക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്രമാത്രം വർഗീയമായ ഒരു പരാമർശം നടത്തുന്നത് ആദ്യമായി ആണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും BJP-യുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഉമേഷ്. അതെ ഷമ്മി, ഈ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് പതിവായി ഇത്തരത്തിൽ പല വിവാദ പരാമർശങ്ങളും നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് ഷമ്മി സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും തൻ്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ് അതേ വിദ്വേഷ പ്രചാരണം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പെരുമാറ്റച്ചട്ടത്തെയും ഒപ്പം നിയമവ്യവസ്ഥകളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗോപാലകൃഷ്ണൻ്റെ മുന്നോട്ട് പോക്ക്. അത് ആ തരത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അല്ലെങ്കിലും ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് അപകടകരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. ഈ സ്ഥാനാർത്ഥിയായി വരുന്നയാളാണ് ഈ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം കൂടി തുടരുന്നു. ഈ സാഹചര്യത്തിലാണ് LDF-ഉം ഒപ്പം മറ്റ് പ്രസ്ഥാനങ്ങളുമെല്ലാം ഗോപാലകൃഷ്ണനെതിരെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയിലും
ഗോപാലകൃഷ്ണനെതിരെ ഈ ഹർജി എത്തി. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണം, ഗോപാലകൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ ഹർജി എത്തിയത്. ഈ ഹർജി കോടതി വിശദമായി പരിശോധിച്ചപ്പോൾ തന്നെ ഈ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ ഗുരുതര സ്വഭാവമുള്ളതാണ് ഗോപാലകൃഷ്ണൻ്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് എന്ത് ചെയ്യാനാകും എന്നൊക്കെ കോടതി ചോദിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയ ആഘാതം അത് വലുതാണ്, അത് എങ്ങനെ മറികടക്കാനാകും എന്നൊരാശങ്കയും കോടതി പ്രകടിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് വളരെ വേഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യത്തിൽ ഇടപെടാനും പരാതിയിൽ നടപടിയെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ കമ്മീഷനും ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ നടപടികൾ ആരംഭിച്ചതായി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വിവാദ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. വരണാധികാരിയുടെ പരാതിയിൽ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും കമ്മീഷനും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണന്റെ വർഗീയ പരാമർശത്തിന് എതിരെ അതിശക്തമായ നിലപാടാണിപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. 2 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.